ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 47 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോർഷൻ ആവർത്തനം 32 മുതൽ 34 വരെയും യോശുവ 1, ലൂക്കോസ് 3 അധ്യായങ്ങളിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യം ക്വസ്റ്റ്യൻ പറയുന്നു, അതിനുശേഷം ആൻസേഴ്സ് റിവീൽ ചെയ്യുന്നു കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: യഹോവ യോശുവയോട് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ഒരു കൂട്ടർ യോശുവയോട് പറഞ്ഞിട്ടുണ്ട്, എന്താണത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. യോശുവ 1:6, 7, 9, 18 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. പറഞ്ഞ ഒരു കൂട്ടർ എന്ന് പറയുന്നത് രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രവുമാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം: പുതിയ നിയമ പാഠഭാഗത്ത് 2 പുരുഷന്മാരുടെ പേരിനകത്ത് ബൈബിളിലെ ഒരു സ്ത്രീയുടെ പേരുണ്ട്. പുരുഷന്മാർ ആരെല്ലാം എന്നുള്ളതായിരുന്നു ഉത്തരം. പുരുഷന്മാർ യോഹന്നാൻ, ഹന്നാവ് എന്നുള്ളതാണ്. ലൂക്കോസ് 3:2 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് ഹന്ന. മൂന്നാമത്തെ ചോദ്യം: യോഹന്നാൻ സ്നാപകനോട് ഒരേ ചോദ്യം 3 കൂട്ടർ ചോദിച്ചു. ചോദ്യം എന്ത്, ചോദിച്ചത് ആരെല്ലാം എന്നുള്ളതായിരുന്നു. അതിലെ ഉത്തരം ചോദ്യം ഞങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞ കൂട്ടർ പുരുഷാരം, ചുങ്കക്കാർ, പടജനം. പുരുഷാരം എന്നുള്ളത് ലൂക്കോസ് 3:10 കാണാൻ പറ്റുന്നത്. ചുങ്കക്കാർ ലൂക്കോസ് 3:12 പടജനം എന്നുള്ളത് ലൂക്കോസ് 3:14 കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: പുതിയത് അല്ലെങ്കിൽ ആധുനികം എന്നർത്ഥം വരുന്ന ഒരു പദവും ദേവന്മാർ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ എന്നർത്ഥം വരുന്ന ഒരു പദവും ചേർന്ന് ഒറ്റപ്പദം എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം നവീന മൂർത്തികൾ എന്നുള്ളതാണ്. ആവർത്തനം 32:17 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നവീന എന്ന് പറഞ്ഞാൽ പുതിയത്, മൂർത്തികൾ എന്ന് പറഞ്ഞാൽ ദേവന്മാർ. അഞ്ചാമത്തെ ചോദ്യം: പാമ്പ് പോലുള്ള ഇഴജന്തുക്കൾക്ക് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദം എന്തെന്നുള്ളതായിരുന്നു. ഉത്തരം പന്നകങ്ങൾ എന്നതാണ്. ആവർത്തനം 32:24 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നലെ ചോദിച്ച 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. എല്ലാവർക്കും ശരിയായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കറക്റ്റായിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യോശുവ 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും ലൂക്കോസ് 4-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും ഉണ്ടാവുന്നത്. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.